നമസ്കാരം ഗൈസ്. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം അത് ഞാൻ അടർത്തിയെടുത്ത് ഞാൻ റീലിലൂടെ പറഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, വേറൊന്നുമില്ല, നമ്മളുടെ ഈ ഒരു സമൂഹത്ത് ഒരുപാട് ടൈപ്സ് ആൾക്കാർ കാണും. ഉദാഹരണം നമ്പർ തന്തയില്ലാത്തവന്മാർ, പല തന്തയുടെ സ്വഭാവം കാണിക്കുന്നവന്മാർ, തന്ത ഉണ്ടായിട്ടും തന്തയില്ലാത്തവരും കാണിക്കുന്നവർ. അങ്ങനെ ഇരിക്കെ ഞാനൊരാളെ പരിചയപ്പെട്ടായിരുന്നു. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാരം പാറസ്ഥല. അദ്ദേഹം അതിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്, അറിയത്തില്ല. നമുക്ക് അദ്ദേഹത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ടൈം മെഷീൻ വഴി 2018 പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ. കമൺ ഗൈസ്. ഞാൻ ഇത് എവിടാ? ഹായ് ഗൈസ്, അപ്പൊ നമുക്ക് റിയാക്ഷൻ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പൊ നമുക്ക് അവനിലോട്ട് പോകാം. അവൻ എന്റെ അടുത്ത് ആദ്യം വന്ന് അപ്രോച്ച് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കമോൺ. പറഞ്ഞു അറിയോ? ആദ്യമേ അവൻ വന്ന് പരിചയപ്പെട്ടു, ഞാനും തിരിച്ച് റിപ്ലൈ എടുത്ത് എന്തിനു വെറുതെ ഞാൻ ജാടായിട്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഞാനാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രോ, ഞാൻ ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പം വീഡിയോ അല്പം റീച്ച് ആയി ഇങ്ങനെ പറഞ്ഞു. ഓ തന്നെ, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്ത് വീഡിയോസ് ഇടാതെ അങ്ങനെ കിടന്ന് വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങി. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആ വീഡിയോ അക്കൗണ്ടിന് എന്തെങ്കിലും കുഴപ്പം? അതായത് അക്കൗണ്ടിന് കുഴപ്പമാണ്. അക്കൗണ്ടിന് കുഴപ്പം പറയാറുണ്ട്. അക്കൗണ്ടിന് ശ്വാസം മുട്ട, പനി, ജലദോഷം, സന്ധിവേദന, വലിവ്, എരിവ്, പുക, ഹൃദയരോഗം വേണമെങ്കിൽ അക്കൗണ്ട് പ്രസവിച്ച് കൊച്ചിനെ കൊണ്ട് നിന്റെ കയ്യിലെടുത്ത് തരും. വിളിക്കും 1800. സോറി, ഞാൻ തിയേറ്ററിലാണെന്ന് ആലോചിച്ചത്. റീച്ച് ആകുമ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ. റീച്ച് ആകുമ്പോൾ പൈസ കിട്ടുന്നു. എന്നാ പിന്നെ ഞാൻ എലൻ മസ്ക് അല്ലെങ്കിൽ ഞാൻ അംബാനിയായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് റീച്ച് ആകുമ്പോൾ പൈസ തരാൻ വേണ്ടി യൂട്യൂബ് നിന്റെ കുഞ്ഞമ്മയുടെ മോനെ അയച്ചു പോടാർക്കാം. സബ്സ്ക്രൈബോ അല്ലെങ്കിൽ മറ്റേ വാച്ച് ടവർ അങ്ങനെ സബ്സ്ക്രൈബ് വാച്ച് ടവർ ഇല്ലടാ, ലൈറ്റ് ഹൗസ് ഇടാ, വാച്ച് ടവർ പൊട്ടക്നാപ്പ എടാ, യദുകുല വെങ്കടേശ്വര രാജശേഖര മുന്നേ. വാച്ച് ടവർ അല്ല, വാച്ച് ടവർ. എന്റെ പിന്നെ ഞാൻ എന്റെ ക്യാരക്ടർ വിട്ടു പോകുന്നത് കാരണം ഇങ്ങനെ 365 ദിവസത്തിനകത്ത് നീ 365 ദിവസത്തിനകത്ത് പോടാ. ബ്രോ, ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ പറ്റില്ല. ഇങ്ങനെ എഴുതി കാണിക്കുന്നത് എന്താണ് സംഭവം? ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ എഴുതി കാണിക്കുന്ന ഗൈസ്. ഇങ്ങനെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കിയേ. പ്രോസസിംഗ് ദ ലാസ്റ്റ് ക്ലിപ്പ് എന്ന് വെച്ചാൽ അത് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് വരും. എടാ ഒന്ന് വെയിറ്റ് ആക്കും, ഒന്ന് സമയം കൂടെ. മരക്കടവുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കും, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നീ ഇപ്പൊ കല്യാണം കഴിച്ചപ്പോൾ നിന്റെ ഭാര്യ ഇപ്പൊ പ്രഗ്നന്റ് ആയി, അവൾ 10 മാസം കഴിഞ്ഞിട്ടല്ലേ പ്രസവിക്കും. അല്ലാതെ നീ ആദ്യത്തെ മാസം തന്നെ വൈറ്റ് കൈ വിട്ടിട്ട് കൊച്ചിന്റെ ഇറങ്ങി വരാൻ പറയുവേ. പൊട്ട മരക്കിഴങ്ങ് ടൈം കൂടെ അത് വരും. ഇത്രയും നല്ലോണം സംസാരിച്ച് ഈ ചെറുക്കൻ എന്നെ എന്തിനാണ് റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് ഒരു വിധത്തിലും മനസ്സിലാവുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഹലോ ആസിഫ് ബ്രോ, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു തരും. നിനക്ക് ഞാൻ ബർത്ത്ഡേ വിഷ് വീഡിയോ തരും. നീ അത് സസ്പെൻസ് ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അവളത് കണ്ടിട്ട് നിന്റെ പേരെന്തായിരുന്നു? ഞാൻ നിങ്ങളുടെ സ്വന്തം മാരം നീ മാരല്ല, നീ മൈരനാണ്, വെറും മൈരൻ. അപ്പൊ അത് കണ്ടിട്ട് അവളോ മാരോ ബൈക്കോട് ആസിഫിന്റെ വീഡിയോ. അവൾ ഉമ്മ തരും, ബാപ്പ തരും, നാളെ നിനക്ക് ഒരു ജീവൻ തരും, നിങ്ങൾ കല്യാണം കഴിക്കും, നീ പ്രസവിക്കും. സോറി, നീ അല്ല, അവൾ പ്രസവിക്കും. എന്നിട്ട് നിങ്ങൾ ഹണിമൂൺ പോകും, ട്രിപ്പ് പോകും. ഞാൻ ഇവിടെ ഈച്ച അടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തോണ്ടിരിക്കാം. ആർക്ക് വിഷ് കൊടുത്താലും നിനക്ക് തരത്തില്ല. അത് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഈ പുള്ളിക്കാരൻ എന്നെ റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കൊടുക്കാനും താല്പര്യമില്ലായിരുന്നു. ബർത്ത്ഡേ വിഷയല്ലേ ബ്രോ, എന്തിനാ ബ്രോ ഇത്ര ജാട കാണിക്കുന്നത്? കൊടുത്തുവിടുന്ന വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഗൈസ്. വേറെ ഒന്നുമില്ല, അവൻ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വരുന്നത്. ആവശ്യത്തിന് വേണ്ടി വരുന്നവരെ നമ്മൾ അടുപ്പിക്കരുത്, അകറ്റി തന്നെ നിർത്തണം. ഓക്കെ, അഞ്ചു ഇത് കാണുന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അഞ്ചു മോളെ, ഹാപ്പി ബർത്ത്ഡേ. സോറി.